മഹാരാഷ്ട്രയിൽ ശരത് പവാർ, അജിത് പവാർ പക്ഷങ്ങൾ വിളിച്ച നിർണായക യോഗങ്ങൾ ഇന്ന്. ശക്തി തെളിയിക്കാനാണ് ഇരുപക്ഷത്തിന്റെയും ശ്രമം. എംഎൽഎമാരോടും പ്രവർത്തകരോടും യോഗത്തിലെത്താൻ നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇന്ന് ശക്തി തെളിയിക്കാനുള്ള ഇരുപക്ഷത്തിന്റെയും നിർണായക യോഗങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ യോഗങ്ങളെല്ലാം ചേരുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിനാൽ NCP സംബന്ധിച്ച് നിർണായകമായ രണ്ട് യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത്. NCPയിൽ ഇപ്പോൾ വിമത നീക്കം നടത്തി BJPക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അജിത് പവാർ പക്ഷവും അതോടൊപ്പം തന്നെ ശരത് പവാറുമാണ് യോഗം വിളിച്ചിട്ടുള്ളത്. 11 മണിക്കാണ് ശരത് പവാർ യോഗം വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 മണിക്ക് അജിത് പവാറും യോഗം വിളിച്ചിരിക്കുന്നു. പ്രധാനമായും ശക്തി പ്രകടിപ്പിക്കുക എന്നത് തന്നെയാണ് MLA-മാരുടെയും MLC-മാരുടെയും അടക്കമുള്ള നേതാക്കളോടെല്ലാം തന്നെ യോഗത്തിനെത്താൻ ഇരു വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തി തെളിയിക്കുന്നത് തന്നെയാണ് ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗത്തിനെത്താൻ ആവശ്യപ്പെട്ട് 44 MLA-മാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് ശരത് പവാർ ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്ത 9 പേരൊഴികെ ബാക്കി എല്ലാ MLA-മാരും തങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അജിത് പവാറും തങ്ങൾക്കൊപ്പം ഉള്ള നേതാക്കളോടെല്ലാം തന്നെ ഈ യോഗത്തിനെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 36 MLA-മാരുടെ പിന്തുണയാണ് അജിത് പവാറിന് പ്രധാനമായും വേണ്ടത്. 53 MLA-മാരാണ് അവിടെ ഉള്ളത് NCP സംബന്ധിച്ചപ്പോൾ. അതിൽ 36 MLA-മാരുടെ പിന്തുണ അജിത് പവാറിനൊപ്പം വേണമെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ അയോഗ്യനാക്കാനിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. എന്തായാലും നിർണായകമായ രണ്ട് യോഗങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിൽ ചേരുന്നു. NCP രണ്ട് വിഭാഗവും, NCPയിലെ ശരത് പവാർ വിഭാഗവും അതോടൊപ്പം തന്നെ വിമത നീക്കം നടത്തിയ അജിത് പവാർ വിഭാഗവും അവിടെ ഇന്ന് യോഗം ചേരുന്നു. രാവിലെ 11 മണിക്കും 1 മണിക്കുമായിട്ടാണ് ഈ യോഗങ്ങൾ ചേരുന്നത്. ആതിര. മഹാരാഷ്ട്രയിൽ ശരത് പവാർ, അജിത് പവാർ പക്ഷങ്ങൾ വിളിച്ച നിർണായക യോഗങ്ങൾ ഇന്ന്. ശക്തി തെളിയിക്കാനാണ് ഇരുപക്ഷത്തിന്റെയും ശ്രമം. MLA-മാരോടും പ്രവർത്തകരോടും യോഗത്തിനെത്താൻ നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കെ.സി. ഉണ്ണികൃഷ്ണൻ.